വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ST റിയാക്ഷൻ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ FC മത്സരം ചരിത്രം തിരുത്തിക്കൊണ്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ ചെന്നൈയിൻ FCൻ്റെ ഹോം ഗ്രൗണ്ടായ അറീനയിൽ ഒരു ഉഗ്രൻ വിജയം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ആ ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചില്ല. ഈ കഴിഞ്ഞ ഇന്നലത്തെ കളിയിൽ ഒരു ഉഗ്രൻ വിജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. 2-ാം മിനിറ്റിൽ തന്നെ ജീസസ് ജിമിനസിന് ഒരു ഉഗ്രൻ ഗോളും വന്നായിരുന്നു. കിടുക്കച്ച് ഗോൾ എന്ന് പറയാം. മറ്റേ നമ്മളെ കോറോ സിംഗിൻ്റെ ഒരു കയറ്റായിരുന്നു. അവിടെ ഡിഫൻസ് ബ്ലോക്ക് ചെയ്ത ബോൾ ആരും മൈൻഡ് ചെയ്തില്ല, പക്ഷെ നമ്മളെ നായകൻ മൈൻഡ് ചെയ്ത് അതെടുത്തൊരു കിടിലൻ ഷോട്ട് ഗോളാണ് എല്ലാം. പിന്നെ അപ്പോൾ 2-ാം മിനിറ്റിൽ തന്നെ ജീസസ് ജിമിനസിൻ്റെ ഒരു ഗോളും വന്നു. അത് കഴിഞ്ഞ ശേഷം അവരുടെ സെറ്റ് സ്ട്രൈക്കറായ പഞ്ചാബ് എഫ് സിയിൽ നിന്ന് വന്ന ചെന്നൈയിൻ FC സ്ട്രൈക്കറായ നമ്പർ 9 ജോർഡാൻ വില്യം റെഡ് കാർഡ് കിട്ടുകയുണ്ടായി. അത് വലിയൊരു സങ്കടം തന്നെ. CFC ഫാൻസിലാണെങ്കിലും KBFC ഫാൻസിലാണെങ്കിലും കാണുമ്പോൾ ഒരു സങ്കടം തോന്നിയായിരുന്നു. ലൂണോടൊക്കെ വന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സെറ്റ് കളി തന്നെ കാഴ്ചവെച്ചു. രാത്രി അയാൾ നിന്നൊരു 30 മിനിറ്റ് ആയത് അയാൾ കളിച്ചു. 30 മിനിറ്റ് തന്നെ അയാൾ 12 ടച്ച് വരെ ചെയ്തായിരുന്നു കളിക്കിടെ. പിന്നെ പറയാനുള്ള വെച്ചാൽ പിന്നെ നമ്മളെ കോറോ സിംഗിൻ്റെ ഒരു കിടിലൻ ഗോളും കണ്ടു. ടീം വർക്ക് ഗോൾ തന്നെ പറയാം. ഇവിടെ പിന്നെ ആ ടീം വർക്ക് എന്ന് പറയാൻ മാറ്റമില്ല വെച്ചാൽ പെപ്രേൻ്റെ കാല് കിട്ടി ലൂണക്ക് ഒരു പാസ്, ലൂണേൻ്റെ അടുത്ത് കോറോന് പാസ്, ആ കോർ കൃത്യമായി പേഴ്സണുള്ളിൽ ഇടുകയും ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സച്ചിൻ സുരേഷിൻ്റെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നു. അതിനുശേഷം സച്ചിൻ സുരേഷ് കുറച്ച് എനർജറ്റിക് ആയിട്ട് കളിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ പെപ്ര വെച്ചാൽ മിഡ്ഫീൽഡ് പറഞ്ഞല്ലോ, മിഡ്ഫീൽഡ് പൊസിഷനിലാണെങ്കിൽ താരം കളിച്ചത്. മിഡ്ഫീൽഡിലും ഡിഫൻസിലും എല്ലാം കളിക്കേണ്ട 11 പേര് കിടിലം പോലെ കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയാണിത്. പെപ്ര പിന്നെ ജീസസ് ജിമിനസ് എന്ന പോലത്തെ സ്ട്രൈക്കറുകളൊക്കെ ബാക്കിൽ ഏറ്റവും ഡിഫൻസിൻ്റെ അങ്ങേ ഗോളി പൊസിഷൻ എടുത്ത് വേണ്ടി കളിച്ചു. അതായിരുന്നു സെറ്റ് പെർഫോമൻസ്. എനിക്ക് പെപ്രയൊക്കെ ധാരാളം ബോളുകൾ അവിടുന്ന് വിൻ ചെയ്യുന്ന കണ്ടായിരുന്നു. പിന്നെ വിൽമർ ജോർഡൻ റെഡ് കാർഡ് കിട്ടി. പിന്നെ ഡാനിഷ് നല്ല കളി കളിച്ച്, നല്ല ഓരോ പാസസ് ആയിരുന്നു, നല്ല ഷോട്ട്സ്, പിന്നെ നല്ല ഡിഫെൻഡിങ് എല്ലാം കണ്ടു ഡാനിഷിൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ സന്ദീപ് ഫസ്റ്റൊക്കെ ഒരു കുറച്ച് കളി എന്തെല്ലാം പോലെ കളിച്ചെങ്കിലും പിന്നെ ഒരു കളി വന്നു ചങ്ങായിക്ക്. മറ്റേ സെൻറ്ററിൻ്റെ അപ്പുറത്ത് കാരണമില്ല കളി കിടിലൻ മറ്റേ കയറ്റങ്ങളും കിടിലൻ കുറേ ഷോട്ടുകളും കിടിലൻ പാസുകളും കിടിലൻ ഡിഫൻസും ഒക്കെ കണ്ട് സന്ദീപിൻ്റെ ഇന്ന് ഈ കളീൻ്റെ ഭാഗത്ത്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഡേഞ്ചർ ഷോട്ട്സ് കണ്ടായിരുന്നു. നമ്മൾ ചെന്നൈയിൻ FCൻ്റെ താരം 10-ാം നമ്പർ താരം കോർണർ ഷീൽഡിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഫ്രീ കിക്കുകൾ, പിന്നെ കുറേ കോർണറുകൾ ഡേഞ്ചറസ് ആയി മാറിയ ഇതും കഴിക്കായിരുന്നു. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അധികം ഡിഫെൻസിങ് ഗെയിം കളിച്ചിട്ട് ചെന്നൈയിൻ FCയിലെ എല്ലാ പ്ലേയേഴ്സിനും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് ഒറ്റ അടിയായിരിക്കും, എന്നിട്ട് ഒരു പ്ലെയർ വേണ്ടി ഗോൾ അടിക്കും. അങ്ങനത്തെ ശൈലിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ പ്ലേ ഓഫ് സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഇതേ പെർഫോമൻസ് തന്നെ അടുത്ത കളികളിലൊക്കെ കാഴ്ചവെച്ചില്ലെങ്കിൽ നല്ലൊരു ഇത് തന്നെ സ്കോർ ബോർഡ് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയാനുള്ള വെച്ചാൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയായിരുന്നു എഡ്രിയാൻ ലൂണ. ഈ കളിയിൽ പ്ലെയർ ഓഫ് ദ ബെഞ്ച് കാണിക്കുകയായിരുന്നു. നല്ല പെർഫോമൻസ് കാണിക്കാനും താരം കാഴ്ചവെച്ചത്. സെറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ വന്ന ഗോൾ എന്ന് വെച്ചാൽ 48-ാം മിനിറ്റ് ക്വാമെ പെപ്ര ലൂണയുടെ ഒരു പാസ് മൂലം ക്വാമെ പെപ്രൻ്റെ ഒരു ഷോട്ടായിരുന്നു. അത് കൃത്യമായി പോസ്റ്റിനുള്ളിൽ പോയിക്കൊണ്ട് ഒരു ഗോൾ വന്നിരുന്നു 55-ാം മിനിറ്റിൽ. ഹാഫ് ടൈം കഴിഞ്ഞപാട് തന്നെ ക്വാമെ പെപ്രേൻ്റെ ഒരു ഗോൾ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ സബ്ജക്ട്യൂഷനുകൾ നടത്തിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇഷാൻ പണ്ഡിറ്റ് കുറേ നാളുകൾക്ക് ശേഷം കളിക്കാൻ ഇറങ്ങിയായിരുന്നു. ഗ്രേറ്റ് സബ്ജക്ട്യൂഷൻ കഴിക്കുകയാണ് കോച്ച് പുരുഷോത്തമൻ നടത്തിയിരിക്കുന്നത്. വേണ്ട സമയത്ത് വേണ്ടതുപോലെ തന്നെ കളിക്കാൻ അറിയുന്ന ഒരു പ്ലെയർ കോച്ചിങ് കഴിക്കുകയാണ് പുരുഷോത്തമൻ. പിന്നെ നോഹ സദോയ് ഏതാണ്ട് 80-ാം മിനിറ്റ് കഴിക്കാണ് കളിക്കാൻ ഇറങ്ങിയത്. ചങ്ങായിനൊരു ഹാപ്പിനെസ് തോന്നില്ല കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സബ്ജക്ട്യൂഷനായിട്ട് ഫസ്റ്റ് ലെവലിൽ ഇറക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ ലേറ്റായി ഇറക്കിയതായിരിക്കും. താരത്തിന് ഒരു സന്തോഷമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ ഇടക്കത്തിൽ ലാസ്റ്റ് ഒരു ഷോട്ട് എന്തോ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർന്ന് ലൂണ ഒരു തർക്കങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇഷാൻ പണ്ഡിറ്റ് ആകെ ഒരു 10 മിനിറ്റ് വരെ കളിക്കാൻ ഇറങ്ങിയില്ല. താരം വലിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പം നല്ലൊരു സ്കോർ ലൈൻ തന്നെ ഇപ്പം കാഴ്ചവെച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത് തന്നെ തുടർന്ന് ഒരു നല്ലൊരു 6 കളിയുണ്ട്. ഇനിയിപ്പോൾ 5 കളി കാണിക്കുന്നുണ്ട്. 5 കളി ഒരു ഉഗ്രൻ വിജയം കൂടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പ്ലേ ഓഫ് സാധ്യത അടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു കിടക്കുക വീഡിയോ ആയിട്ട് ബൈ. അടുത്ത കളി തന്നെ ഫെബ്രുവരി 15-നും 14-നും
ഏതാണ്ട് ഒരു കുറേ ലോങ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് 15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത കളിക്ക് വരുന്നത്. അതും ATK മോഹൻ ബഗാനിൻ്റെ ഒപ്പം ഒരു ഹോം മാച്ച് കഴിക്കുക. അതൊരു കിടിലൻ മത്സരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ സി.